നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ വൻ മാറ്റങ്ങൾ സംഭവിച്ച മാസങ്ങളാണ് കടന്നുപോയത്. പുതിയ UDF സർക്കാർ അധികാരമേറ്റ് VD സതീശൻ മുഖ്യമന്ത്രി കസേരയിലിരുന്ന് കൃത്യം ഒരു മാസം പിന്നിടുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം എങ്ങോട്ടാണ് മാറുന്നത്? ഒരു ഭാഗത്ത് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് കരുത്താർജിക്കുന്ന VD സതീശൻ, മറുഭാഗത്ത് നിയമസഭയിലും ജനങ്ങൾക്കിടയിലും പൂർണ്ണമായും നിഷ്പ്രഭമായി പോയ വെറുമൊരു നോക്കുകുത്തിയായി മാറിയ CPM. ഇതോടൊപ്പം BJPയിലേക്ക് ഒഴുകിയ വോട്ടുകളും പുതിയ ആഭ്യന്തര എക്സൈസ് നയങ്ങളും. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഒരു മാസത്തെ സതീശൻ സർക്കാരിന്റെ വിലയിരുത്തലുകളും കേരള രാഷ്ട്രീയത്തിലെ പുതിയ ശക്തിചേരികളുമാണ്. നമുക്കാദ്യം പുതിയ മുഖ്യമന്ത്രിയിലേക്ക് തന്നെ വരാം. VD സതീശൻ സർക്കാർ തുടക്കം മുതൽ തന്നെ വളരെ മാന്യവും ജനകീയവുമായ തീരുമാനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സാധാരണക്കാരായ ജനങ്ങളെ കയ്യിലെടുക്കാൻ അദ്ദേഹത്തിന്റെ ശൈലിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കസേരയിലേക്ക് അദ്ദേഹം എത്തിയത് അത്ര എളുപ്പത്തിലല്ല. കോൺഗ്രസിനകത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ ശക്തരായ വിരോധികൾ ഉണ്ടായിരുന്നു. സതീശന് മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കാൻ അണിയറയിൽ വലിയ നീക്കങ്ങൾ നടത്തിയ പ്രമുഖ നേതാക്കളെല്ലാം ഇന്ന് അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങളെ കാറ്റിൽ പറത്തി ഡൽഹിയിലെ ഹൈക്കമാൻഡിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് അദ്ദേഹം ഭരണം നയിക്കുന്നത്. ഇടയ്ക്കിടെ ചില വിവാദങ്ങളും കല്ലുകടികളും സർക്കാരിന് മുന്നിൽ വരുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ വളരെ വൈദഗ്ധ്യത്തോടെയും തന്ത്രപരമായും മറികടക്കാൻ സതീശന് സാധിക്കുന്നുണ്ട്. പണ്ട് K കരുണാകരനൊക്കെ ചെയ്തിരുന്നതുപോലെ എതിരാളികളുടെ മർമ്മം നോക്കിക്കുത്താൻ സതീശനും അറിയാമെന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു മാസത്തെ ഭരണം. ഇനി നമുക്ക് പ്രതിപക്ഷത്തേക്ക് നോക്കാം. എന്താണ് CPMന്റെ അവസ്ഥ? നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഇടതുപക്ഷം ഏറ്റവും ദുർബലമായിരിക്കുന്ന ഒരു സമയമാണിത്. വെറുമൊരു തെരഞ്ഞെടുപ്പ് പരാജയമല്ല അവരെ തളർത്തുന്നത്. അതിനേക്കാൾ ഉപരിയായി സഭയിൽ സർക്കാരിനെ രാഷ്ട്രീയമായി നേരിടാൻ പോകുന്ന പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ നേതാക്കളുടെ വലിയൊരു കുറവ് CPMൽ ദൃശ്യമാണ്. ഇതിന്റെ പ്രധാന കാരണം കഴിഞ്ഞ ഇടതുപക്ഷ ഭരണകാലത്ത് അവർ വരുത്തിവെച്ച ചില വീഴ്ചകളാണ്. കഴിഞ്ഞ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ കഴിവുള്ളവരും ജനപ്രീതിയുള്ളവരുമായ മുതിർന്ന നേതാക്കളെ പാർട്ടിക്ക് വേണ്ടി മാറ്റി നിർത്തി. പകരം കാര്യമായ ഭരണപരിചയമോ പ്രാപ്തിയോ ഇല്ലാത്ത ആളുകളെ മന്ത്രിമാരാക്കി. ഇത് ആ സർക്കാരിന്റെ പ്രതിച്ഛായ പാടെ തകർത്തു. ആ തകർച്ചയിൽ നിന്ന് ഇപ്പോഴും CPMന് കരകയറാൻ സാധിച്ചിട്ടുമില്ല. സഭയിൽ സർക്കാരിന്റെ നയങ്ങളെ ചോദ്യം ചെയ്യാൻ പോലുമാകാതെ നോക്കുകുത്തിയായി നിൽക്കേണ്ട അവസ്ഥയാണ് ഇന്നത്തെ ഇടതുപക്ഷം. CPMനെ ഭയപ്പെടുത്തുന്ന മറ്റൊരു പ്രധാന ഘടകം വോട്ട് ചോർച്ചയാണ്. പാർട്ടിയുടെ കോർ വോട്ടുകളിൽ, അതായത് പരമ്പരാഗത വോട്ട് ബാങ്കിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയമായ ചില കടുംപിടുത്തങ്ങളാണ് ഇതിന് വഴിവെച്ചത്. ഉദാഹരണത്തിന് കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ വലിയ തിരിച്ചടിയായി. ഇത്തരം കടുംപിടുത്തങ്ങൾ സാധാരണക്കാരനായ വോട്ടർമാരെ പാർട്ടിയിൽ നിന്ന് അകറ്റി. ഏറ്റവും വിചിത്രവും അപകടകരവുമായ കാര്യം, CPMൽ നിന്ന് ചോർന്നുപോയ ഈ വോട്ടുകൾ ചെന്നെത്തിയത് UDFലല്ല, മറിച്ച് BJPയിലേക്കാണെന്നാണ്. ഈ വോട്ട് ചോർച്ച കൃത്യമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ CPMന്റെ അടിത്തറ ഇളകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിലെ നിയമസഭയിലെ സീറ്റ് നില നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് 62 MLAമാരുണ്ട്, മുസ്ലിം ലീഗിന് 22 പേരും. അതുകൊണ്ട് തന്നെ മുന്നണിയിൽ ലീഗിനോ മറ്റു കക്ഷികൾക്കോ വലിയ ബാർഗൈനിങ് പവർ ഇല്ലാത്ത തരത്തിൽ കോൺഗ്രസ് ശക്തമായ നിലയിലാണ്. അവസാനമായി ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായ ആഭ്യന്തര എക്സൈസ് വകുപ്പുകളിലേക്ക് വരാം. നിലവിൽ എക്സൈസ് മന്ത്രിയായ രമേശ് ചെന്നിത്തല മയക്കുമരുന്നിനെതിരെ വലിയ രീതിയിൽ റാലികളും ക്യാമ്പയിനുകളും നടത്തുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെ. എന്നാൽ കേവലം റാലികൾ നടത്തിയത് കൊണ്ട് മാത്രം മയക്കുമരുന്ന് മാഫിയയെ അടിച്ചമർത്താനും കഴിയില്ല. പണ്ട് എക്സൈസിലും പോലീസിലും ചില പ്രധാന പോസ്റ്റുകൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥർ തമ്മിൽ വലിയ പിടിവലി നടക്കാറുണ്ടായിരുന്നു. കാരണം അത് അത്രയും വരുമാനമുള്ള സ്ഥലങ്ങളായിരുന്നു. ഈ പ്രവണത അവസാനിക്കണം. റാലികൾ നടക്കുന്നതിനേക്കാൾ പ്രധാനം ക്രമസമാധാന പാലനത്തിനും എക്സൈസിലും രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത കാര്യക്ഷമതയുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ പ്രധാന തസ്തികകളിൽ ഇരുത്തുക എന്നതാണ്. എങ്കിൽ മാത്രമേ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് മാഫിയയെ പൂർണ്ണമായും തടഞ്ഞു നിർത്താൻ സർക്കാരിന് സാധിക്കുള്ളൂ. ചുരുക്കത്തിൽ ഒരു മാസം പിന്നിടുമ്പോൾ VD സതീശൻ സർക്കാർ ഒരു മാന്യമായ ഭരണം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഭൂരിപക്ഷം ജനങ്ങളും കരുതുന്നത്. സർക്കാർ വലിയ അത്ഭുതങ്ങൾ ഒന്നും കാണിക്കേണ്ടതില്ല, മറിച്ച് സാധാരണക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അഴിമതിയില്ലാത്ത ഭരണം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. ശക്തമായ നേതൃത്വവുമായി സതീശൻ മുന്നേറുമ്പോൾ തകർന്നടിഞ്ഞ അടിത്തറ തിരിച്ചുപിടിക്കാൻ CPMന് സാധിക്കുമോ? വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. ഈ രാഷ്ട്രീയ വിശകലനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും കൃത്യമായ വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.